എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രേക്ഷകരെല്ലാം ഇപ്പോൾ തന്നെ സജീവമായിട്ടുണ്ട്. ഒട്ടേറെ പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. തിരിച്ചും എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. രാജേന്ദ്രൻ വയല പറയുന്നത് നല്ല ചൂടാണ്, അതുകൊണ്ട് ചൂടൻ ഉച്ചയാശംസകൾ എന്നുള്ളതാണ്. ചൂട് സംസ്ഥാനത്ത് ഇനിയും തുടരും, താപനില ഉയരും എന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കൂടി രാജ്യം പോവുകയാണ്. നിർണായകമായ ആ പ്രഖ്യാപനം അത് വരാൻ പോകുന്നത് 3 മണിക്കാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു. 3 മണിക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. രാജ്യം ഉറ്റുനോക്കിയിരിക്കുകയാണ്. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാത്ത പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കില്ല എന്നാണ് വിവരം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികളും ഇന്നറിയാം. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണനൊപ്പം ഷഫീദ് റാവുത്തറും എസ് ശ്രീകാന്തും ദീപക് ധർമ്മവും ചേരുന്നുണ്ട്. ആദ്യം ആർ രാധാകൃഷ്ണനിലേക്കാണ്. ആർക്കെ അങ്ങനെ ആ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നു. 3 മണിക്ക് വാർത്താ സമ്മേളനം. വിവരങ്ങൾ എന്തൊക്കെയാണ് ആർക്കെ? ഉന്മേഷ് പറഞ്ഞതുപോലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തീയതി 3 മണിക്ക് പ്രഖ്യാപിക്കും. ഇന്ന് രാവിലെ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യോഗം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീയതി അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമമായിട്ടുള്ള ധാരണ രൂപപ്പെടുത്തി. 7 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തും എന്ന വിധത്തിലായിരുന്നു അവസാന സമയങ്ങളിൽ ചർച്ച പുരോഗമിച്ചത്. അതിൽ വലിയ മാറ്റമൊന്നും ഇല്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തിനിടെ ഏതാണ്ട് 30 കോടിയിലധികം വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർഷവും 18 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ പേരുകൾ കൂടി ചേർക്കുമ്പോൾ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ അതിന്റെ ഒരു എത്രത്തോളം പരിധി വർദ്ധിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളും വിലയിരുത്തിയിരിക്കുന്ന വസ്തുതകളും ഒക്കെ പരിഗണിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് രാജ്യം സജ്ജമായിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് അടുത്ത 1 മാസത്തിനുള്ളിൽ ആരംഭിച്ച് ഏപ്രിൽ മധ്യത്തോടുകൂടി ആരംഭിച്ച് മെയ് മാസം അവസാന ആഴ്ചകളോടുകൂടി അവസാനിപ്പിക്കുന്ന വിധത്തിലേക്കും പിന്നീട് വോട്ടെണ്ണലിലേക്ക് കടക്കുന്ന വിധത്തിലേക്കുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിച്ചിരിക്കുന്നത്. ലോക്സഭയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വിധത്തിലാണ് ഈ സമയക്രമങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ചില സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട്. എന്നാൽ ജമ്മു കാശ്മീരിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇത്തവണയും നടക്കുന്നില്ല. കാരണം അതിന്റെ സംസ്ഥാന പ്രഖ്യാപനം സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അവിടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ വിവരിക്കും. 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറാൻ പോവുകയാണ്. ഇതിന് നാന്ദി കുറിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് മുൻ രാഷ്ട്രപതി കൂടിയായിട്ടുള്ള രാംനാഥ് കോവിന്ദ് സമിതി കഴിഞ്ഞ ദിവസമാണ് കൈമാറിയിട്ടുള്ളത്. ഇതടക്കമുള്ള വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതുകൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളും കൂടി നടത്തുന്ന വിധത്തിലാണോ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നടപടിക്രമം എത്തുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നിലപാട് വ്യക്തമാക്കുക. വോട്ടർമാർക്ക് ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ സംബന്ധിച്ചും വോട്ടർമാർ ഈ ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നബാധിത മേഖലകളിൽ ഏത് സമീപനമാണ് സ്വീകരിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും ഉള്ള വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിമർശനങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഈ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ. പോസ്റ്റൽ ബാലറ്റിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കൈക്കൊള്ളുന്ന തീരുമാനം ഏറെ പ്രധാനപ്പെട്ടതാകും. ഉന്മേഷ്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ദീപക് ധർമ്മടവും ഷഫീദ് റാവുത്തറും എസ് ശ്രീകാന്തും കൂടി ഇപ്പോൾ വിവരങ്ങൾ ചേരുന്നുണ്ട്. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, ഇതിനോടകം തന്നെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. പ്രഖ്യാപനം വരുമ്പോൾ ഒന്നുകൂടി ആ നിലയിലേക്ക് പരുവപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ദീപക്? ഉന്മേഷ്, തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഒരുപക്ഷെ ഇലക്ഷൻ പ്രഖ്യാപനത്തിനും 1 മാസം മുൻപ് തന്നെ പ്രചരണത്തിന്റെ രീതിയിൽ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ അറിയാം, രാഷ്ട്രീയ ചൂട് ഏറ്റവും ഏറുന്നതാണ്. മീനച്ചൂടിനെ വെല്ലുന്ന അതുക്കും മേൽ ചൂടാണ് തെരഞ്ഞെടുപ്പ് ചൂടിന്. ഇന്നിപ്പോൾ 3 മണിയോടുകൂടി പ്രഖ്യാപനം, തീയതി 3:15 വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടുകൂടി പ്രചരണം അതിന്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കും. സ്ഥാനാർത്ഥികളുമായി എല്ലാം സംസാരിക്കുമ്പോൾ പ്രചരണം മറ്റൊരു ലെവലിലേക്ക് മാറ്റാനുള്ള പട്ടികകളും പ്ലാനുകളും എല്ലാം ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 5 വർഷം പുറകോട്ടേക്ക് പോകുമ്പോൾ ഒരു വലിയ ആധിപത്യത്തോടെ
ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു UDF 19 സീറ്റ് നേടിയത്. പക്ഷേ എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും വിധി പ്രവചനാതീതമെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു. നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ വരുന്നുണ്ട്. പെൻഷൻ മുടങ്ങിയത്, ഇപ്പോൾ പെൻഷൻ നൽകാൻ പോകുന്നത്, വന്യജീവി ആക്രമണം, CAA ഒരു പ്രധാന വിഷയമായി തെരഞ്ഞെടുപ്പിൽ മാറുന്നു. സമസ്തയുടെ നിലപാട്, സമസ്ത വീണ്ടും ആവർത്തിച്ച് കോൺഗ്രസിനെയും ലീഗിനെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അതിനെ എങ്ങനെ CPIM മുതലെടുക്കും, ഇടതുമുന്നണി മുതലെടുക്കും? അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവർത്തിച്ച് കേരളത്തിലേക്ക് വരുന്നു. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ നമ്മൾ ഇന്നലെ കണ്ടു. അതിന് മുൻപ് തൃശ്ശൂരിൽ, തൃപ്രയാറിൽ, ഗുരുവായൂരിൽ, എറണാകുളത്ത്, കൊച്ചിയിൽ എല്ലാം കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ തയ്യാറായി, സംഘടനാപരമായി നേരത്തെ തയ്യാറായി. CPIM ഒക്കെ നേരത്തെ തന്നെ ബ്രാഞ്ച് കമ്മിറ്റികൾ, ബൂത്ത് കമ്മിറ്റികളാക്കി മാറ്റി. 6 മാസം മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് ശില്പശാല നടത്തി. കോൺഗ്രസിനാണെങ്കിൽ സിറ്റിംഗ് MPമാർ മത്സരിക്കുമെന്നതുകൊണ്ട് MPമാരുടെ തലത്തിൽ വോട്ട് ചേർക്കലും കുത്തിക്കലുകളും നേരത്തെ നടത്തി. BJPയുടെ NDA മുന്നണിക്ക് BL സന്തോഷിന്റെ നേതൃത്വത്തിൽ A ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രത്യേക ഓൺലൈൻ യോഗങ്ങൾ നടക്കുന്നു. ആ രീതിയിൽ 3 മുന്നണിയും തെരഞ്ഞെടുപ്പിന് നേരത്തെ തയ്യാറായി. ഇന്ന് പ്രഖ്യാപനം വരുമ്പോൾ ഉന്മേഷ് പറഞ്ഞതുപോലെ, നേരത്തെ RK പറഞ്ഞതുപോലെ, തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രചരണ രീതിയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. വലിയ ചൂടോടുകൂടി, ആവേശത്തോടുകൂടിയുള്ള പ്രചരണം നമുക്ക് കാണാം. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അങ്ങനെ പ്രചാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞതാണ്. അതിപ്പോൾ നമ്മൾ ഈ മധ്യമേഖലയിൽ ജില്ലകളിലേക്ക് വന്നാലും സമാനമാണ് സ്ഥിതി. പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമ്മൾ ആ ആവേശം ഇപ്പോഴേ കാണുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് മധ്യമേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ, ശ്രീകാന്ത്? ഉന്മേഷ്, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലം അത് മധ്യ കേരളത്തിലാണ്, തൃശ്ശൂരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടക്കുന്നത്. അവിടെ 3 മുന്നണികളും അതിശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. BJP A+ മണ്ഡലമായി കണക്കാക്കുന്ന ഒരു മണ്ഡലം കൂടിയാണത്. പ്രധാനമന്ത്രി തന്നെ ഇതിനോടകം 2 തവണ വന്നുപോയി കഴിഞ്ഞു അവിടെ. ഒപ്പം തന്നെ പാലക്കാട്, ഈ തൃശ്ശൂരിനോട് ചേർന്ന് കിടക്കുന്ന ജില്ല, പാലക്കാട് അദ്ദേഹം 19-ാം തീയതി എത്തുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രത്യേകത കൂടി തൃശ്ശൂരിനുണ്ട്. സുരേഷ് ഗോപി അവിടെ NDAയ്ക്കായി മത്സരിക്കുന്നു. VS സുനിൽകുമാർ CPIക്ക് വേണ്ടി അവിടെ കളത്തിലിറങ്ങുന്നു. മുൻ മന്ത്രിയാണ്, തൃശ്ശൂരിനെ വളരെ അടുത്തറിയാവുന്ന സ്ഥാനാർത്ഥിയാണ്. മൂന്നാമത്തെയാൾ K മുരളീധരനാണ്, K കരുണാകരന്റെ മകൻ. അതോടൊപ്പം തന്നെ മുൻ KPCC അധ്യക്ഷൻ. എവിടെ മത്സരരംഗത്ത് ഇറങ്ങിയാലും അവിടെ വിജയം നേടാൻ ഏറ്റവും അധികം സാധ്യതയുള്ള സ്ഥാനാർത്ഥി. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ 3 സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഏറെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. BJPക്ക് കേരളം പോലെ ഒരു സ്ഥലത്ത് BJPക്ക് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന, BJP ഏറെ വിയർപ്പൊഴുക്കുന്ന സ്ഥലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ വന്യജീവി ആക്രമണം അതിരൂക്ഷമായി ബാധിച്ചിട്ടുള്ള ഇടുക്കി ലോക്സഭാ മണ്ഡലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി വരുന്നത്. അവിടെ സർക്കാർ വലിയ തോതിൽ പ്രതിരോധത്തിലാവുന്ന സാഹചര്യം ഈ അടുത്തിടെയും ഉണ്ടായിരുന്നു. അവിടെ 2-3 മരണങ്ങൾ ഈ അടുത്ത് നടന്നു. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാവുകയും ചെയ്തു. അതിനെ മറികടന്ന് ജയിക്കാൻ LDF സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം മത്സരം കാഴ്ചവെക്കേണ്ടി വരും എന്നുള്ളതും കാത്തിരുന്നു കാണേണ്ടതാണ്. കോട്ടയത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തിറങ്ങുന്നത് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോര് അവിടെ നടക്കുന്നു. ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി കൂടി BDJSന് വേണ്ടി, NDAയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ മത്സരചിത്രം ഇന്നാണ് തെളിയുകയും ചെയ്തത്. എറണാകുളവും ചാലക്കുടിയും പാലക്കാടുമടക്കം ആലത്തൂരുമടക്കമുള്ള മണ്ഡലങ്ങൾ ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ്. ആലത്തൂരിൽ സിറ്റിംഗ് മന്ത്രി തന്നെ K രാധാകൃഷ്ണൻ മത്സരത്തിനിറങ്ങുന്നു എന്നുള്ള കാര്യവും അവിടെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. LDF ആണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറഞ്ഞത്. പിന്നാലെ കോൺഗ്രസും NDAയും ഇപ്പോൾ കളം പിടിച്ചിരിക്കുന്നു. ശരി, ഏതായാലും ഒട്ടേറെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് മധ്യ കേരളത്തിലുള്ള. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, തിരുവനന്തപുരത്ത് ശ്രദ്ധേയമായ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലമാണ്. അതുൾപ്പെടെ മറ്റ് മണ്ഡലങ്ങളുടെ അടക്കം വിവരങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഷഫീദ്. ഉന്മേഷ്, തലസ്ഥാന മണ്ഡലമടക്കം പ്രധാനപ്പെട്ട 6 മണ്ഡലങ്ങളാണ് തെക്കൻ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ തിരുവനന്തപുരം അടക്കം BJP ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലമായി കരുതി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരം. അവിടെ അവരുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കാൻ ഇറങ്ങുന്നു. CPI ആകട്ടെ അല്ലെങ്കിൽ LDF ആകട്ടെ ഇക്കുറിയെങ്കിലും 2005 ആവർത്തിക്കാനുള്ള പരിശ്രമങ്ങൾ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വളരെ മുൻപേ ശ്രമമായി, സ്ഥാനാർത്ഥി നിർണയമായി, സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി, സ്ഥാനാർത്ഥി പ്രചരണമായി അടക്കം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ വിശ്വപൗരൻ, സിറ്റിംഗ് MP
ആയിട്ടുള്ള ശശി തരൂർ മത്സരിക്കുന്നു. അങ്ങനെ ഒരു ഗ്ലാമറസ് പോരാട്ടത്തിലേക്ക് തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരം പോകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിൽ BJPയുടെ കേന്ദ്രമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നു. അവിടെ സിറ്റിംഗ് MP അടൂർ പ്രകാശ്. ആ അടൂർ പ്രകാശിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPM ഇറക്കിയിരിക്കുന്നത് അവരുടെ MLA, അവരുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയിയാണ്. പത്തനംതിട്ടയിൽ നമുക്കറിയാം പലതരത്തിലുള്ള സമവാക്യങ്ങൾ, ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായ, ഇന്നലെ പ്രധാനമന്ത്രി പോലും എത്തി ശബരിമല ചർച്ചയാക്കി തുടങ്ങിയിട്ടുള്ള പത്തനംതിട്ട മണ്ഡലത്തിൽ തോമസ് ഐസക്കിലൂടെ വലിയൊരു പ്രതീക്ഷ അത് LDF ഇടത് ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആന്റോ ആന്റണി ആകട്ടെ, അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഉണ്ടാക്കിയ ഒരു വിവാദം, അദ്ദേഹത്തെ നാവിൽ നിന്നുണ്ടായ ഒരു വിവാദം അടക്കമുള്ള കാര്യങ്ങൾ അത് വലിയ രീതിയിൽ ആ മണ്ഡലത്തിൽ ചർച്ചയാകുന്നു. ഇനി ആലപ്പുഴയാണ്. ആലപ്പുഴ ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായി മാറിയത് KC വേണുഗോപാലിന്റെ വരവോടുകൂടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ക്ലീൻ സ്വീപ്പ് അടിച്ചപ്പോൾ LDFന് ആശ്വാസമായ ഒരൊറ്റ തുരുത്തായുന്നത് ആലപ്പുഴ മാത്രമാണ്. AM ആരിഫ് MPയിലൂടെ KC വേണുഗോപാൽ വീണ്ടും മത്സരിക്കാനിറങ്ങുമ്പോൾ AM ആരിഫ് അതിൽ കരുത്തു കാട്ടുമോ? LDF അക്കാര്യത്തിൽ ഉണ്ടാക്കുന്ന സമവാക്യം എന്താണ്? ഏത് രീതിയിലായിരിക്കും ആലപ്പുഴയിലെ മത്സരങ്ങൾ പോവുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാവേലിക്കരയിലും സമാനമായ രീതിയിൽ വലിയ തരത്തിലുള്ള കടുത്ത പോരാട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി LDFന് ഉണ്ടായെങ്കിൽ കൂടി, അല്ലെങ്കിൽ CPIക്ക് ഉണ്ടായെങ്കിൽ കൂടി, കൊടിക്കുന്നിൽ സുരേഷ് വർഷങ്ങളായി തുടരുന്ന അവിടുത്തെ തേരോട്ടം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് LDF ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. കൊല്ലത്തും സമാനമായ രീതിയിൽ കടുത്ത പോരാട്ടം നടക്കും. കൊല്ലത്ത് NK പ്രേമേന്ദ്രനെ നേരിടാൻ ഇക്കുറി M മുകേഷ് MLA തന്നെ ഇറക്കിക്കൊണ്ടുള്ള ഒരു ക്രോസ് കാർഡായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും അങ്ങനെ പോകുന്നു മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവം. അതേസമയം തിരുവനന്തപുരത്തെ ചർച്ചകൾ സജീവമാവുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അത് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുണ്ട്, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുണ്ട്, മറ്റ് നിലവിൽ ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്ന മറ്റെല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചൂടുപിടിക്കുകയാണ്. ഉന്മേഷ്, ശരി. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. 3 മണിക്ക് വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നു. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിൽ ഇതിനോടകം തന്നെ മുന്നണികൾ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർ തെരഞ്ഞെടുപ്പ് കാര്യമടക്കം ചൂണ്ടിക്കാണിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളപ്പുഴക്കാർക്ക് കുടിവെള്ളമില്ല, അതുകൊണ്ട് വോട്ട് ചോദിക്കാൻ വരുന്നവർ കുടിവെള്ളവുമായി വരണം എന്ന് ഹരിദാസ് അവിടെ നിന്ന് പറയുന്നുണ്ട്. പഴയ ചില രാഷ്ട്രീയ നേതാക്കൾ എവിടെ പോയി, അവരെ കാണാനില്ലല്ലോ. PC ചാക്കോ, സുരേഷ് കുറുപ്പൊക്കെ എവിടെ പോയി എന്ന് രാജേന്ദ്രൻ വയല ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുകുമാരൻ MC ഒരു കാര്യം പറയുന്നുണ്ട്. താഴെ എഴുതി കാണിക്കുന്ന ന്യൂസ് വായിക്കാൻ കുറച്ചുകൂടി ടൈം തരുമോ? അത് വായിക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വായിക്കാൻ കഴിയുന്ന ഒരു സമയം വെച്ചാണ് നമ്മളത് ആ സ്ക്രോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വായിക്കാൻ കഴിയില്ല എന്നാണ് താങ്കൾ പറയുന്നത്. നമ്മളത് ഏകദേശം അതിനൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തിനനുസൃതമായിട്ടാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മൾ രാഷ്ട്രീയ വാർത്തകളിലേക്ക് തന്നെയാണ് ഇനി കടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BDJS സ്ഥാനാർത്ഥികളായി കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും. ഇടുക്കിയിൽ BDJS സംസ്ഥാന സെക്രട്ടറി സംഗീത വിശ്വനാഥനാണ് സ്ഥാനാർത്ഥി. നേരത്തെ മാവേലിക്കരയിലെയും ചാലക്കുടിയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ച് BDJS സംസ്ഥാന എക്സിക്യൂട്ടീവാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. തുടർന്ന് കോട്ടയത്ത് വെച്ച് തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തുഷാർ തന്നെയാണ് കോട്ടയത്ത് മത്സരിക്കുക. BJP നേതൃത്വവും മത്സരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് തുഷാർ പറയുന്നത്. പിന്നെ എന്റെ ഡിക്ലറേഷൻ നിങ്ങൾ ഇന്നലെ, യഥാർത്ഥത്തിൽ നാളെ പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ടു മുമ്പ് ഇന്ന് വൈകുന്നേരം ചെയ്യാമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ പ്രൈം മിനിസ്റ്റർ വന്ന വേദി വെച്ചിട്ട് സുരേന്ദ്രൻജി എന്റെ അത് പറഞ്ഞതുകൊണ്ട് രാവിലെ പ്രസ് റിലീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇടുക്കി സീറ്റിലാണ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പലരുടെയും പേരുകൾ ചർച്ചയിൽ വന്നുവെങ്കിലും ഒരു വനിതയ്ക്ക് അവസരം നൽകുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി കൂടിയായ സംഗീത വിശ്വനാഥനാണ് ഇടുക്കിയിൽ മത്സരിക്കുക. BDJS എന്ന പ്രസ്ഥാനത്തിൽ, NDA എന്ന പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ മാവേലിക്കരയിൽ ബൈജു കലാശാലയെയും ചാലക്കുടിയിൽ KA ഉണ്ണികൃഷ്ണനെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. റബ്ബർ വില അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാകും BDJS വോട്ട് തേടുക. തുഷാർ വെള്ളാപ്പള്ളി തന്നെ കോട്ടയത്ത് മത്സരത്തിനിറങ്ങുമ്പോൾ PC ജോർജിന്റെ നിലപാടുകളാണ് BDJSന് ആശങ്ക. അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ BJP നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിവരമുണ്ട്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കളം അത് ഇതിനോടകം തന്നെ സജീവമായതാണ്. പ്രചാരണം ഒന്നുകൂടി ഊർജിതമാകും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നു കഴിയുമ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ. സിന്ധു ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ചേച്ചിയുടെ മകൻ മനുക്കുട്ടൻ്റെ പിറന്നാളാണെന്ന് വിഷ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. ഉറപ്പായും നമ്മൾ മനുക്കുട്ടൻ്റെ പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുന്നു. ഇനി അടുത്ത വാർത്തയ്ക്കായി ഡൽഹിയിലേക്കാണ്. അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസം.
മദ്യനയ അഴിമതി കേസിൽ ED നൽകിയ പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. റൌസ് അവന്യൂ കോടതിയാണ് ഉപാധികളോടെ മുൻകൂർ ജാമ്യം നൽകിയത്. കേസിൽ ED ഇന്നലെ അറസ്റ്റ് ചെയ്ത BRS നേതാവ് K കവിതയെ കോടതിയിൽ ഹാജരാക്കി. അറസ്റ്റ് നിയമവിരുദ്ധം എന്നായിരുന്നു K കവിതയുടെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും ആശ്വാസമായാണ് മാജിസ്ട്രേറ്റ് കോടതി ഇടപെടലുണ്ടായത്. 15,000 രൂപയുടെ ബോണ്ടിന് പുറമെ 1 ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിലാണ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചത്. കേസ് ഏപ്രിൽ 1 വീണ്ടും പരിഗണിക്കും. മാജിസ്ട്രേറ്റ് കോടതി നടപടിക്കെതിരെ കെജ്രിവാൾ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അനുകൂല നടപടി ഉണ്ടായിരുന്നില്ല. അന്വേഷണത്തോട് അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആരോപണം. മദ്യനയ അഴിമതി കേസിൽ ED ഇന്നലെ അറസ്റ്റ് ചെയ്ത K കവിതയെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കി. അറസ്റ്റ് നിയമവിരുദ്ധമെന്നും കോടതിയിൽ നേരിടുമെന്നും K കവിത പ്രതികരിച്ചു. ഈ മാസം 19-ന് കേസ് പരിഗണിക്കാനിരിക്കെ കവിതയെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നുവെന്ന് കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ചോദിച്ചു. കേസിൽ വാദം തുടരുകയാണ്. 24 ഡൽഹി. പ്രേക്ഷകർ ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് പലതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവരവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് ഈ പൊതു മണ്ഡലത്തിൻ്റെ ഭാഗമായി അങ്ങനെ നമ്മളത് പരാമർശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും സജീവമായി അവർ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ഒട്ടേറെ പ്രേക്ഷകർ വൈകി എത്തിയതായി അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. നമ്മളൊന്ന് മുംബൈയിലേക്ക് പോകുന്നു. അവിടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ്. ആ വാർത്തയിലേക്കാണ് ഇനി. രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ മറ്റെവിടെയെങ്കിലും മത്സരിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. അമേഠിയിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് തള്ളുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് ജയറാം രമേശ് വ്യക്തമാക്കിയത്. ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് മുംബൈയിൽ സമാപിക്കും. ഇന്ത്യ സഖ്യ നേതാക്കൾ അണിനിരത്തി നാളെ വൈകിട്ട് മുംബൈയിലെ ശിവാജി പാർക്കിൽ വലിയ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയിലെ സീറ്റ് തർക്കം അതിനിടെ തുടരുകയും ചെയ്യുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇപ്പോൾ എവിടെയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര ഉള്ളത്? വൈകിട്ട് എപ്പോഴാണ് സമാപനം? ശ്രീനാഥ്. ഇപ്പോൾ ഉള്ളത് താനെയിലെ ടിപ് ടോപ്പ് ഹോട്ടലാണ്. ഇവിടെ ഇപ്പോൾ ഉച്ചഭക്ഷണമാണ്. അതിനോടൊപ്പം തന്നെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. നേരത്തെ രാഹുൽ ഗാന്ധി തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ എത്തുമെന്നായിരുന്നു അറിയിപ്പ് വന്നെങ്കിലും അതൊരു ആശയക്കുഴപ്പമാണെന്ന് പറഞ്ഞ് ജയറാം രമേശ് പിന്നീട് വാർത്താ സമ്മേളനത്തിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഏതായാലും വാർത്താ സമ്മേളനവും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം തന്നെ താനെയിൽ നിന്നുള്ള മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങും. മുംബൈയിലേക്ക് പ്രവേശിക്കും. വൈകിട്ട് 4 മണിയോടെ അംബേദ്കർ സ്മാരകമായ ചൈത്യഭൂമിയിൽ വെച്ച് യാത്ര അവസാനിക്കുകയാണ്. പിന്നീട് നാളെ വൈകിട്ട് ആണ് ഇന്ത്യ അലയൻസിന്റെ ഇന്ത്യ മുന്നണിയുടെ വലിയ ശക്തി പ്രകടന റാലി മുംബൈ കാണാൻ വേണ്ടി പോകുന്നത്. ശിവാജി പാർക്കിലാണ് വലിയ റാലിയുള്ളത്. സഖ്യത്തിലെ എല്ലാ നേതാക്കളും പങ്കെടുക്കും എന്നതാണ് ഇപ്പോഴും അറിയിക്കുന്നത്. ഏതായാലും ഈ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ ശ്രദ്ധേയമാക്കിയത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയോട് അമേഠിയിൽ മത്സരിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ കൃത്യമായൊരു മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി പറയുന്നിടത്ത് താൻ മത്സരിക്കും, താൻ പാർട്ടിക്ക് വിധേയനായ ഒരു സേവകനാണ് എന്നതായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അതേ ചോദ്യം ജയറാം രമേശിന് നേരെയും ഉയർന്നു. അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത് ഇതാണ്: രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനമെടുക്കുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതിയാണ്. തെരഞ്ഞെടുപ്പ് സമിതി പറയുന്നിടത്തൊക്കെ രാഹുലിന് മത്സരിക്കേണ്ടി വരും. അതാണ് തങ്ങളുടെ കീഴ്വഴക്കം എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ കാര്യത്തിൽ അമേഠിയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അദ്ദേഹം മത്സരിക്കില്ല എന്ന് ഉറച്ചു പറയുന്നില്ല. മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അത് തള്ളുകയും ചെയ്യുന്നില്ല. അത്തരമൊരു നിലപാടാണ് ഇപ്പോഴും കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തിനകത്ത് മഹാവികാസ് അഘാഡിക്കുള്ളിൽ ഇപ്പോഴും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. ഇന്ന് രാവിലെ ശരത് പവാറുമായി രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ എത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രമേശ് ചെന്നിത്തല സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC അംഗമാണ്. അദ്ദേഹത്തോട് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. എന്താണ് ചർച്ചയ്ക്ക് വന്നതെന്ന്. അതിൽ അദ്ദേഹം പറയുന്നത് വഞ്ചിത് ബഹുജൻ അഘാഡിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾ പരിഹരിക്കുന്നതുമായുള്ള ചർച്ചകൾ ആണ് നടന്നത്. അതായത് ഇന്ന് നടന്നത് കേവലം നാളത്തെ ഇന്ത്യ മുന്നണിയുടെ റാലിയിലേക്കുള്ള ക്ഷണിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നില്ല ശരത് പവാറിന്റെ വീട്ടിലേക്ക്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മുന്നണിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന തർക്കങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് 2 ദിവസത്തിനകം ഇതെല്ലാം തീർത്ത്
ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ചർച്ചകൾ തീർന്നിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പല സീറ്റുകളിലും പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം മജ്ലിസ് പാർട്ടിയും വഞ്ചിത് ബഹുജൻ അഗാഡി എന്ന പാർട്ടിയും ചേർന്ന് നേടിയിട്ടുള്ള വോട്ടുകളാണ്. വഞ്ചിത്തിനെ ഇത്തവണ ഒപ്പം എത്തിച്ച് ആ ഒരു പ്രശ്നം മറികടക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. പക്ഷേ അവരെ കൊണ്ടുവരുമ്പോൾ അവർക്ക് എത്ര സീറ്റ് നൽകി അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ ഇപ്പോൾ അവരും കോൺഗ്രസും തമ്മിൽ ഒരു തർക്കം നടക്കുന്നുമുണ്ട്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഉച്ചഭക്ഷണ സമയമാണ്. ഭാരത് ജോഡോ യാത്രയിൽ നിന്നാണ് ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇന്ന് തന്നെ യാത്ര സമാപിക്കുന്നു. നാളെ വലിയ റാലിയും അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സുമ സജി ഒരു കാര്യം പറയുന്നുണ്ട്, ചൂടാണ്. നമ്മൾ റേഷനൊക്കെ ബന്ധപ്പെട്ട് നേരത്തെ വാർത്തകളൊക്കെ നൽകിയിരുന്നു. ഈ ചൂടുകാലത്ത് അരിക്ക് പകരം ഫാനോ AC ഒക്കെ തന്നാൽ മതിയായിരുന്നു എന്നാണ് ഒരു പ്രതികരണമായി ഇപ്പോൾ വരുന്നത്. രാഷ്ട്രീയ വാർത്തകളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതികരണങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ സജീവമായി തന്നെ നൽകുന്നുണ്ട്. ആ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നു. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അറബിക്കടലിൽ നാവികസേനയ്ക്ക് നേരെ കടൽ കൊള്ളക്കാരുടെ വെടിവെപ്പ്. സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ MV റുവാൻ എന്ന കപ്പൽ മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. ഏറ്റുമുട്ടലിനൊടുവിൽ നാവികസേന കപ്പൽ മോചിപ്പിച്ചു. അറബിക്കടലിൽ ഇന്നലെയാണ് കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത MV റുവാൻ എന്ന ചരക്ക് കപ്പൽ മോചിപ്പിക്കാനായി എത്തിയ നേവിക്ക് നേരെ കപ്പലിൽ നിന്ന് വെടിവയ്പുണ്ടായത്. കഴിഞ്ഞ ഡിസംബറിലാണ് കടൽ കൊള്ളക്കാർ MV റുവാൻ തട്ടിയെടുത്തത്. കപ്പലിൽ കടൽ കൊള്ളക്കാർ സഞ്ചരിക്കുന്ന വിവരം ലഭിച്ചതോടെയാണ് നേവി കപ്പലിന് സമീപം എത്തിയത്. ഏറ്റുമുട്ടലിനൊടുവിൽ സൈന്യം കപ്പൽ മോചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്നുള്ള MV അബ്ദുള്ള എന്ന ചരക്ക് കപ്പലിന് നേരെയും കടൽ കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടായി. സഹായാഭ്യർത്ഥന ലഭിച്ചതോടെ നേവിയുടെ യുദ്ധക്കപ്പൽ കൊള്ളക്കാരെ തുരത്തി കപ്പൽ സുരക്ഷിതമാക്കിയിരുന്നു. മേഖലയിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെ സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ആക്രമണം ശക്തമായതോടെ യുദ്ധക്കപ്പലടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് ഇന്ത്യൻ നേവി കടൽ സുരക്ഷിതത്വം ഒരുക്കുന്നത്. S. ശ്യാംകുമാർ, 24, കൊച്ചി. ഹാഷ്മി എവിടെയെന്ന് ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്. ഹാഷ്മിക്ക് ഇന്ന് വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ എത്തേണ്ടി വന്നത്. ആമിന പറയുന്നുണ്ട്, ആമിനയുടെ ചേച്ചിയുടെ മോളുടെ പിറന്നാളാണെന്ന് വിഷ് ചെയ്യാമോ? ഇഷാന എന്നാണ് പേര്. ഇഷാനയ്ക്ക് 24-ന്റെ നമ്മുടെ എല്ലാം പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. സർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് പൂർണ്ണമായി നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നു. എല്ലാ കാർഡുകാർക്കും റേഷൻ വിതരണം തുടരാനും സർക്കാർ തീരുമാനിച്ചു. സാങ്കേതിക പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ച ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ. കരാറുകാരുടെ സമരത്തെ തുടർന്ന് റേഷൻ ധാന്യങ്ങളുടെ ക്ഷാമവും ഇപ്പോൾ രൂക്ഷമാണ്. ഇന്നു മുതൽ മഞ്ഞ കാർഡുകാർക്ക് മാത്രമായി മസ്റ്ററിംഗ് നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ രാവിലെ മുതൽ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടു. സെർവർ തകരാറിനെ തുടർന്നാണ് പ്രതിസന്ധി ഉണ്ടായത്. 8 മണി മുതൽ റേഷൻ കടകളിലും പ്രത്യേകം തയ്യാറാക്കിയ ബൂത്തുകളിലും എത്തിയ കാർഡ് ഉടമകൾ നിരാശരായി മടങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മസ്റ്ററിംഗിലെ പ്രതിസന്ധി പരിഹരിക്കാനായില്ല. രാവിലെ 8:30 മുതൽ എനിക്ക് ആവുന്നില്ല. ഇന്നലെ വന്നിരുന്നു, 4 പേരുണ്ടായിരുന്നു, ഒരാൾക്കായി, 3 പേർക്കായില്ല. ഇന്നലത്തെ പോലെ തന്നെയാണ്. ഇന്നലെ പക്ഷേ ഉച്ച സമയപ്പോഴത്തേക്ക് നമുക്ക് കുറേ പേർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ടൈമിൽ വന്നിട്ട് ഒരു 10-45ഓളം പേർക്ക് ഇന്നലെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ്. ഇന്ന് വരുന്നവർക്ക് ടോക്കൺ കൊടുത്തു വിടുകയേ നിർവാഹമുള്ളൂ. തുടർന്നാണ് മസ്റ്ററിംഗ് പൂർണ്ണമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത്. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് NICക്കും IT മിഷനും കൂടുതൽ സമയം വേണ്ടിവരും. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി NICയും IT മിഷനും അറിയിച്ചതിന് ശേഷം മാത്രമേ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ. റേഷൻ വിതരണം എല്ലാ കാർഡുകൾക്കും സാധാരണ നിലയിൽ തുടരാനും സർക്കാർ തീരുമാനിച്ചു. ഇതിനിടെ സംസ്ഥാനത്ത് റേഷൻ ധാന്യങ്ങളുടെ ക്ഷാമം രൂക്ഷമായി. കരാറുകാരുടെ സമരം കാരണം ഈ മാസം റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിയില്ല. നീക്കിയിരിപ്പ് സാധനങ്ങളും തീർന്നുവെന്നാണ് വ്യാപാരികളുടെ നിലപാട്. 24 തിരുവനന്തപുരം. അപ്പോൾ റേഷനിൽ ചെറിയ പ്രതിസന്ധിയുണ്ട്, അതൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മസ്റ്ററിംഗ് ഇപ്പോൾ നിർത്തിവെച്ചത് റേഷൻ വിതരണം സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അരുൺ ബാബു പറയുന്നുണ്ട്, ഭയങ്കര ചൂട്, ഒരു രക്ഷയുമില്ല. എൻ്റെ പൊന്നുന്മേഷം, നിങ്ങൾക്കൊക്കെ ഭയങ്കര സുഖമല്ല. AC ഫ്ലോറിൽ നിന്ന് വാർത്ത വായിച്ചാൽ പോരെ, ബാക്കിയുള്ളവരൊക്കെ പൊരുവെയിലത്ത് പണിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അരുൺ ബാബു, ഈ ചൂട് പ്രമാണിച്ച് ഈ ജോലി സമയത്തിൻ്റെ പുനഃക്രമീകരണമൊക്കെ ഈ ഇടയ്ക്ക് നടന്നിരുന്നു. ആ നിലയ്ക്ക് ജോലി സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പുനഃക്രമീകരിച്ച സമയത്തിലാണ് ഇപ്പോൾ ഈ പുറത്തുള്ള ജോലിയൊക്കെ നടക്കുന്നതെന്നാണ് നമ്മളടക്കം വിശ്വസിക്കുന്നത്. ചൂടത്ത് പണിയെടുക്കുമ്പോൾ ആവശ്യമായ മുൻകരുതലൊക്കെ സ്വീകരിക്കുമല്ലോ എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ചട്ടങ്ങൾ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് ഈ ഹർജി. നിതിൻ അംബുജനുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ നിയമ പോരാട്ടം.
എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, കേരളം നേരത്തെ തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വിജ്ഞാപനം ഇറക്കുന്നതിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായും സംസ്ഥാന സർക്കാർ പറയുന്നത് കേന്ദ്രത്തിന്റെ നടപടി നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഒരു മതവിഭാഗം ഒഴികെ മറ്റു മതവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകാൻ വേണ്ടി ചട്ടങ്ങൾ മാറ്റിയിട്ടുണ്ടെന്നും ഇത് ഭരണഘടന വിരുദ്ധമാണെന്നാണ് പ്രധാനമായും സുപ്രീം കോടതിയിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചില ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. അതിനുശേഷം 237 ഹർജികൾ ചൊവ്വാഴ്ച പരിഗണിക്കുമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ചൊവ്വാഴ്ച സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുമ്പോൾ കേരളത്തിന്റെ കൂടി ഈ ഹർജി പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സുപ്രീം കോടതിയുടെ ഭാഗത്തും ഉണ്ടാകുന്ന ഇടപെടൽ എന്താകുമെന്നൊരു ആകാംക്ഷയിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും കേരളം ഇപ്പോൾ സുപ്രീം കോടതി സമീപിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് വിവിധ പദ്ധതികൾക്ക് പണം അനുവദിച്ച സർക്കാർ ലൈഫ് മിഷന് 130 കോടി രൂപ കൂടി അനുവദിച്ചു. വിരമിച്ച ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 3ാം ഗഡു അനുവദിച്ചു. 5.07 ലക്ഷം ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. VA ഗിരീഷ് ഉണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഗിരീഷ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് ഈ ഇടപെടലുകളെല്ലാം. എന്തൊക്കെയാണ് വിവരങ്ങൾ ഗിരീഷ്? ഉന്മേഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ധനവകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവുകൾ ഇറക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം റബ്ബർ സബ്സിഡി 150 രൂപയാക്കി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. ഇത് നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. ഇത് ഉത്തരവാക്കി ഇറക്കുന്നു. അതോടൊപ്പം തന്നെ 24.84 കോടി രൂപ 48 കോടി രൂപ ഇതിനായി അനുവദിക്കുകയും ചെയ്യുന്നു. തൊട്ടു പിന്നാലെയാണ് സർവീസ് പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു 3ാം ഗഡു അനുവദിക്കുന്നതിനായി 628 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. 5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. തൊട്ടു പിന്നാലെ ലൈഫിനായി 130 കോടി കൂടി അനുവദിക്കാനും ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. ഈ തുക അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിക്കുകയും ചെയ്തു. സംസ്ഥാന വിഹിതമായിട്ടാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ഉന്മേഷ്, VA ഗിരീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പവിത്രൻ പാതിരിപ്പറ്റ പറയുന്നുണ്ട്, ചിലർ തീരെ ഒഴിവാക്കിയൊന്നും ആരെയും ഒഴിവാക്കുന്നില്ല. നമ്മൾ എല്ലാവരുടെയും പ്രതികരണങ്ങൾ, കമന്റുകളൊക്കെ കാണുന്നുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാനിരിക്കുന്നതിൽ ഒട്ടേറെ വാർത്തകളുണ്ട്. വളരെ വേഗത്തിൽ ആ വാർത്തകളിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് ചില കമന്റുകളിലേക്കൊക്കെ നോട്ടമെത്തുന്നുണ്ട്, പക്ഷേ അത് പറയാതെ പോകുന്നത്. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ വിവാദത്തിൽ പുതിയ വഴിത്തിരിവ്. കോഴയ്ക്ക് പിന്നിൽ സംഘടനാ നടപടി നേരിട്ട മുൻ SFI പ്രവർത്തകൻ എന്ന് കാണിച്ച് SFI കേന്ദ്ര കമ്മിറ്റി അംഗം CPIM നേതൃത്വത്തിന് പരാതി നൽകി. മർദ്ദന പരാതി അന്വേഷിക്കാൻ കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തി. ണെന്ന് നേരത്തെ തന്നെ വിമർശനമുയർന്നിരുന്നു. ഇത് സാധൂകരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോഴയാരോപണത്തിന് പിന്നിൽ മുൻ SFI പ്രവർത്തകനാണെന്നാണ് ആരോപണം. തെളിവുകൾ സഹിതം SFI കേന്ദ്ര കമ്മിറ്റി അംഗം CPM നേതൃത്വത്തിന് പരാതി നൽകി. വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിന്നാൽ 5 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റിയും കോഴ വിവാദം ചർച്ച ചെയ്തിരുന്നു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇതു സംബന്ധിച്ച് വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട്. കോഴ വിവാദത്തിൽ SFIക്കെതിരെ കോൺഗ്രസ് വിമർശനം തുടരുന്നതിനിടെയാണ് ചേരിപ്പോര് മറനീക്കി പുറത്തുവരുന്നത്. CPM നേതൃത്വത്തിന് പരാതി ലഭിച്ചതിനെ കുറിച്ച് അറിയില്ലെന്നാണ് പ്രതികരണമെങ്കിലും വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ് SFI സംസ്ഥാന നേതൃത്വം. ആത്മഹത്യ ചെയ്ത വിധികർത്താവ് PN ഷാജിക്കും നൃത്ത പരിശീലകർക്കും മർദ്ദനമേറ്റെന്ന പരാതിയിൽ അന്വേഷണം നടത്തുന്ന കണ്ണൂരിലെ പോലീസ് സംഘം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചാണ് അന്വേഷണം. 24 തിരുവനന്തപുരം. ഒട്ടേറെ പ്രേക്ഷകർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നൽകിയ പെൻഷൻ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളതെല്ലാം കാണുന്നുണ്ട്. പെൻഷൻ വിതരണത്തിനായി സർക്കാർ തുക അനുവദിച്ച കാര്യമൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. വീണ്ടും നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ പോവുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി കിടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം അല്പസമയത്തിനകം 3 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കും. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാത്ത പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിച്ചേക്കില്ല. രാധാകൃഷ്ണൻ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി RK തത്സമയം ചേരുന്നുണ്ട്. RK, വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നു. ഇപ്പോൾ RK അകത്തുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ RK?
തീർച്ചയായിട്ടും ഉന്മേഷ്, ഞാൻ ഈ നിൽക്കുന്ന വിഗ്യാൻ ഭവനിലാണ് ഈ വാർത്താ സമ്മേളനം നടക്കാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ള യോഗ ഹാളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാർത്താ സമ്മേളനത്തിന് വേണ്ടി ഇന്നത്തേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏറ്റവും സുതാര്യമാകുന്ന രീതിയിൽ നടത്തണം എന്നതാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് വ്യക്തമാക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഗ്യാൻ ഭവനിലെ ഈ വേദി തന്നെ ഇത്തവണയും തെരഞ്ഞെടുക്കുന്നത്. ഈ വിഗ്യാൻ ഭവനിലെ ഈ വേദി എല്ലാ പ്രധാനപ്പെട്ട ദേശീയ പരിപാടികളും ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുന്ന ഇടമാണ്. ഇവിടെ തന്നെ ഇത്തവണത്തെ നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങൾ അതനുസരിച്ച് മാധ്യമങ്ങൾ അടക്കമുള്ളവർ ഇതിനകം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യം 3 മണിക്ക് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ ഇവിടേക്ക് എത്തും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയിരിക്കും കമ്മീഷൻ വ്യക്തമാക്കുക. 7 ഘട്ടങ്ങൾ എന്ന വിധത്തിലാണ് അവസാന സമയങ്ങളിൽ ഈ ചർച്ചകളൊക്കെ പുരോഗതി പ്രാപിച്ചത്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘടനാപരമായിട്ടുള്ള മാറ്റത്തിന്റെ നിർദ്ദേശങ്ങൾ പോലും പരിഗണിക്കുന്ന ഈ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. നമ്മൾ ഈ വോട്ടർമാരുടെ എണ്ണം പരിശോധിച്ചാലും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ രീതിയിലുള്ള ഒരു വർധനവ് ഉണ്ടാകും. ആ വർധനവ് എത്രയാണ് എന്നതിനെ ഒക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കും. നമുക്ക് ഇനിയുള്ളത് 2029 ആകുമ്പോഴേക്കുള്ള തെരഞ്ഞെടുപ്പ് രീതിയിലുള്ള മാറ്റമാണ്. അത് ഒരുപക്ഷെ ഈ മണ്ഡല പുനഃക്രമീകരണമൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ നിലവിലുള്ള ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലുള്ള നിർദ്ദേശം വരുന്നതൊക്കെ കാരണം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് പതിവുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോഴത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് ആ വിഷയത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഏറെ പ്രധാനപ്പെട്ടതായിരിക്കും. നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സാധാരണ ഈ ഏപ്രിൽ 14 ശേഷം ഉള്ള ഒരു തീയതിയിലായിരിക്കും, 3-ാമത്തോ 4-ാമത്തെയോ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലായിരിക്കും സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുക. കേരളത്തിന്റെ കാര്യത്തിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സ്വാധീനം അഥവാ മറ്റേതെങ്കിലും വിധത്തിലുള്ള വസ്തുതകൾ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ വിധത്തിൽ 3-ാമതോ 4-ാമതോ ആയിട്ടുള്ള ഘട്ടത്തിലായിരിക്കും കേരളത്തിന്റെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത്. ചില സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൂടി ഇവിടെ നടക്കേണ്ടതുണ്ട്. അതിൽ അരുണാചൽ പ്രദേശ് ഉണ്ട്, സിക്കിമുണ്ട്, ഒപ്പം ഒഡീഷയുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. പക്ഷേ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അന്തിമമായിട്ട് ആ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം രൂപപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അർദ്ധസൈനിക വിഭാഗത്തിന്റെ ചില ആശങ്കകളാണ് ഇക്കാര്യത്തിൽ അടിസ്ഥാനമായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ച് ഇതുവരെ നൽകിയിട്ടും ഇല്ല. അങ്ങനെയുള്ള ഒരു സാങ്കേതിക വിഷയവും നിലനിൽക്കുന്നു. ഏതായാലും ഇക്കാര്യങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. 3 മണിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഈ വേദിയിൽ നടക്കും. ഉന്മേഷ്, ആർക്കെ ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ ഒരു പക്ഷേ നമുക്ക് നേരത്തെ ഇപ്പോൾ വിവരങ്ങൾ വരുന്ന പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒന്നും ഉണ്ടാകില്ലല്ലോ. കമ്മീഷന്റെ എല്ലാ സംസ്ഥാനങ്ങളും കമ്മീഷൻ സന്ദർശിച്ചാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ ഈ പ്രഖ്യാപനം ഇപ്പോൾ വരാൻ പോകുന്നതൊക്കെ. ഈ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാകുമോ ഈ ഘട്ടത്തിൽ നമ്മൾ ഇതിനൊപ്പം പ്രതീക്ഷിക്കേണ്ടത് ആർക്കെ? ഇതിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശിക്കാൻ സാധിച്ചില്ല. നമ്മുടെ കേരളത്തിന്റെ വിലയിരുത്തൽ നടത്തിയത് കമ്മീഷൻ ഈ തമിഴ്നാട് സന്ദർശിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഉന്മേഷ് ഈ ജമ്മു കാശ്മീരിലേക്ക് പോയത്. അപ്പോൾ അതിനർത്ഥം ഏറ്റവും നന്നായി തന്നെ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടുള്ള നീക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ അർദ്ധസൈനിക വിഭാഗത്തിന്റെ അടക്കമുള്ള ഈ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ് ഉന്മേഷ്, അവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ എണ്ണം വല്ലാതെ കൂടും. ഈ സ്ഥാനാർത്ഥികൾ നമുക്ക് ജമ്മു കാശ്മീരിലെ ഒരു സാഹചര്യം അറിയാവുന്നതാണ്. അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണം. ഈ സ്ഥാനാർത്ഥികളെ ഈ ഏതെങ്കിലും ദേശവിരുദ്ധ ശക്തികൾ ലക്ഷ്യമിട്ടാൽ അത് നമുക്ക് അത്ര നല്ലതാകുന്ന ഒരു സന്ദേശമായിരിക്കില്ല നൽകുന്നത്. അതുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് നൽകേണ്ടത് രാജ്യത്തിന്റെ ചുമതലയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കിയാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
കർശന നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുമ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്രത്തോളം വലുതാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടും വ്യത്യസ്തമായിട്ട് നടത്താം എന്നൊരു നിർദ്ദേശത്തിലേക്ക് ഈ അർദ്ധസൈനിക വിഭാഗത്തിന്റെ നിർദ്ദേശമുണ്ടായെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ അക്കാര്യം പരിഗണിക്കപ്പെട്ടു അവസാന ഘട്ടം വരെയും എന്ന് ലഭ്യമാകുന്ന സൂചനകളുണ്ട്. ഇക്കാര്യത്തിലുള്ള വിശദീകരണമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകും. തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളിൽ തന്നെ ഉണ്ടായ ചില രാജിയും അടക്കമുള്ള കാര്യങ്ങൾ, അക്കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിലപാടുകളും ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ ഏറെ പ്രധാനപ്പെട്ടതായിരിക്കും. ഉന്മേഷ്. ശരി, ആർ കെ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നിർണായകമായ വാർത്താ സമ്മേളനം. അങ്ങനെ രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. തീയതി പ്രഖ്യാപനം നമ്മൾ 3 മണിക്കാണ് ആ വാർത്താ സമ്മേളനം. അത് തത്സമയം 24-ൽ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രേക്ഷകർക്ക് സജീവമായി തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഒട്ടേറെ വിഷയങ്ങളുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് പലരും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടൊക്കെ സജീവമായി തന്നെ പ്രേക്ഷകർ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ സജീവമായി തന്നെ വന്നുകൊണ്ടിരിക്കും. അത് ഇത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ലീഗിനും കോൺഗ്രസിനുമെതിരെ വിമർശനം തുടർന്ന് സമസ്ത. പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് LDF സർക്കാർ പറയുന്നത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ലീഗ് കണക്കിലെടുക്കണം എന്ന് ഉമർ ഫൈസി മുക്കം 24-നോട് പറഞ്ഞു. സമസ്തയുടെ നിലപാട് കേരളത്തിലെ ന്യൂനപക്ഷത്തിന്റെ വികാരമെന്നായിരുന്നു കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പ്രതികരണം. CAA ബില്ലിനെ ആദ്യം എതിർത്തത് താനാണെന്ന് ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. സമസ്തയുടെ കോൺഗ്രസ് ലീഗ് വിമർശനം തുടരുകയാണ്. സ്വസ്ഥമായി ജീവിക്കാൻ പോരാട്ടം നടത്തുന്ന സമയത്തെ കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റം വേദനിപ്പിക്കുന്നു. ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ ആശ്രയിച്ചല്ല സമസ്തയെന്നും ഉമർ ഫൈസി മുക്കം 24-നോട് തുറന്നടിച്ചു. CAA കൊണ്ടുവന്നപ്പം CAA നടപ്പാക്കിയ ചില സംസ്ഥാനത്തിലൊക്കെ അതിനെ ഇവിടെ നടത്തില്ല എന്ന് ധൈര്യത്തോടെ ഞങ്ങൾക്കൂടെ പറഞ്ഞത് ഈ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയാണ്. കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ലീഗും കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് കണക്കിലെടുക്കേണ്ട ഇത്തരം സംഗതികളാണ്. ഇവിടെ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം. രാഷ്ട്രീയം അതിനു വേണ്ടിയിട്ടാണല്ലോ. ഈ അവസരത്തിൽ ഈ കളി കളിച്ചാൽ, ഈ കൂറുമാറ്റം കളിച്ചാൽ ആരെയും വേദനിപ്പിക്കും. അത് ശബ്ദിക്കേണ്ടതാണ്, പറയേണ്ടതാണ്. സമസ്തയുടെ നിലപാട് ന്യൂനപക്ഷത്തിന്റെ ആശങ്കയുടെ പ്രകടനമാണെന്നാണ് CPIM നേതാവ് എളമരം കരീം പ്രതികരിച്ചത്. സമസ്തയുടെ സുപ്രഭാതത്തിൽ അവരുടെ മുഖപ്രസംഗം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ ആശങ്കയുടെ ഒരു ബഹിർസ്ഫുരണമാണ്. പൊതുവിൽ അങ്ങനെ വരുന്നുണ്ട്. അവർ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി പരസ്യമായി പറയാണ് മൃദു ഹിന്ദുത്വ നിലപാട് കോൺഗ്രസിനുണ്ടെന്ന്. എന്നാൽ CAA ബില്ലിനെ ആദ്യം എതിർത്തത് താനാണെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ പറഞ്ഞു. ഈ ലെഫ്റ്റുകാർക്ക് വേറെ വേലയില്ലെന്ന് എനിക്ക് ദുഃഖം തോന്നുന്നു. ഇന്നാളെ മുഖ്യമന്ത്രി പറഞ്ഞു CAA കോൺഗ്രസ് ഒരു ശബ്ദം ഉയർത്തിയില്ല. ഞാനാണ് ആദ്യം ആ ബില്ലിന്റെ ഇൻട്രൊഡക്ഷനെ ഒപ്പോസ് ചെയ്തത്. അത് എൻ്റെ ഒരു അവകാശമായി ഞാൻ എഴുത്തെഴുതി കൊടുത്തത്. ഞാൻ സംസാരിച്ചു ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ലംഘനമാണ് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു. ഇതിന്റെ തെളിവൊക്കെ യൂട്യൂബിലുണ്ട്, പോയി കാണട്ടെ. ഏതായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പൗരത്വ നിയമവും സമസ്ത നിലപാടും നിർണായക വിഷയമായി മാറുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. തെരഞ്ഞെടുപ്പ് കാലമാണ്, തെരഞ്ഞെടുപ്പ് ചൂടുണ്ട്. അല്ലാതെ തന്നെ പുറത്ത് നല്ല ചൂടാണ്. ഇന്നും താപനില മുന്നറിയിപ്പ് വരുന്നുണ്ട്. ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്നാണ് ഹരികൃഷ്ണൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന. ആ ജില്ലകൾ ഏതൊക്കെയാണെന്ന് കൂടി വളരെ വേഗത്തിലൊന്ന് പറയാം. പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ. ഈ 10 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വരുന്നുണ്ട്. അക്കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ലോട്ടറി ഭീമൻ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയതിൽ ദുരൂഹത. ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയത്. ആകെ 1368 കോടിയുടെ ബോണ്ടുകളാണ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനികൾ വാങ്ങിയത്. 2019 സെപ്റ്റംബറിലാണ് സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, പഞ്ചാബ് സംസ്ഥാനങ്ങളെ പ്രത്യേകം പരാമർശിച്ചായിരുന്നു കത്ത്. ഇതിന് തൊട്ടുപിന്നാലെ 2 മാസം കൊണ്ട് 109 കോടിയുടെ ബോണ്ടുകളാണ് സാന്റിയാഗോ മാർട്ടിൻ വാങ്ങിക്കൂട്ടിയത്. ED അന്വേഷണം നേരിടുന്ന സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ഇതുവരെ 1368 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയെന്നാണ് വിവരം. 2019 മുതൽ 2024 വരെയുള്ള കണക്കുകളാണിത്. ഇതിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ചിരിക്കുന്നത് BJPക്കാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന കമ്പനികളിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയവരുടെ പട്ടികയിൽ ഒന്നാമതാണ് ലോട്ടറി ഭീമൻ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് കമ്പനി. 24 ഡൽഹി. ഇനി നമുക്കൊന്ന് കാലാവസ്ഥ നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
നോമ്പുകാലമാണ്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. റമദാനിൽ ചരിത്രമെഴുതി മലപ്പുറം മൊയ്തീൻ ഗ്രാൻഡ് മസ്ജിദ്. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച ജുമാ കർമ്മങ്ങൾക്കും പ്രഭാഷണത്തിനും നേതൃത്വം നൽകിയത് ഭിന്നശേഷിക്കാരായ 3 പണ്ഡിതരായിരുന്നു. ആ കാഴ്ചയിലേക്ക്. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച മലപ്പുറം മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ കണ്ടത് ചേർത്ത് പിടിക്കലിന്റെ പുതിയ മാതൃക. ജുമുഅ കർമ്മങ്ങളായ ബാങ്ക് വിളി, മആശിറ, ജുമുഅ ഖുതുബ, നമസ്കാരം, പ്രാർത്ഥന, തുടർന്ന് നടന്ന മതപ്രഭാഷണം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് അകക്കണ്ണുകൊണ്ട് മാത്രം ലോകത്തെ അറിയുന്ന പണ്ഡിതരാണ്. റമദാൻ നമുക്ക് നന്മ ചെയ്ത് ജീവിക്കാനുള്ള പരിശീലനമാണ് നൽകുന്നത്. റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ റമദാനെ സ്വീകരിക്കാൻ തയ്യാറാവുകയും കേരളത്തിൽ ആദ്യമായാണ് ജുമുഅ കർമ്മങ്ങൾക്ക് പൂർണ്ണമായും ഭിന്നശേഷിക്കാരായ പണ്ഡിതർ നേതൃത്വം നൽകുന്നത്. 3 പേരും മഅദിൻ തഹ്ഫീദുൽ ഖുർആൻ കോളേജ് വിദ്യാർത്ഥികളാണ്. എന്നെ ഞാനാക്കി വളർത്തിയ 20 വർഷത്തോളം എന്നെ പോറ്റിയ ഈ ഒരു സ്ഥാപനത്തിൽ വിശ്വാസികൾ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഈ ഒരു ദിവസത്തിൽ ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അള്ളാഹുവിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അങ്ങനെയുള്ള അവസരം ഫസ്റ്റ് ഞാൻ കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷവും ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ജുമാന്റെ മുമ്പുള്ള നമ്മളെ മാഷറ കർത്തവ്യ വിളി അതിനു വേണ്ടിയിട്ട് എന്നോട് പഠിച്ചു വെക്കാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് എന്നോട് ഇവിടുത്തെ സ്ഥാപനത്തിലെ അധികാരികൾ ഉസ്താദുമാർ ഇത് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. റമദാനിലെ പ്രധാനപ്പെട്ട ദിനമായ ആദ്യ വെള്ളിയാഴ്ച തന്നെ ഇങ്ങനെയൊരു അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മൂവരും. 24 മലപ്പുറം. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം കൂടി. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചില കായിക വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. IPL 2ാം പാദ മത്സരങ്ങൾ ദുബായിൽ വെച്ച് നടത്താൻ ഒരുങ്ങുന്നതായ റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാണ് തീരുമാനം. സീസണിലെ ആദ്യ 21 മത്സരങ്ങളുടെ സമയക്രമം മാത്രമാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ 2009 മത്സരങ്ങൾ പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കയിലും 2014 ആദ്യ 20 മത്സരങ്ങൾ ദുബായിൽ വെച്ചുമാണ് നടത്തിയത്. അതേസമയം 2019 പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ മത്സരങ്ങൾ സംഘടിപ്പിക്കാനായി. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റണിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. വൈകിട്ട് 4:50 നടക്കുന്ന മത്സരത്തിൽ ഇന്തോനേഷ്യയുടെ ജൊനാഥൻ ക്രിസ്റ്റിയാണ് എതിരാളി. ഫൈനലിൽ എത്തുന്നതിനോടൊപ്പം പാരീസ് ഒളിമ്പിക്സ് യോഗ്യതയോട് കൂടുതൽ അടുക്കുകയാണ് ലക്ഷ്യ സെന്നിന്റെ ലക്ഷ്യം. തുടർച്ചയായ 2ാം ടൂർണമെന്റിലാണ് ലക്ഷ്യ സെമിയിൽ എത്തുന്നത്. ഇപ്പോൾ വരുന്നൊരു പ്രതികരണത്തിലേക്ക് കൂടി നമ്മൾ പോകുന്നു. കെ മുരളീധരനെ ഒപ്പമുള്ളവർ കുളിപ്പിച്ച് കിടത്തുമെന്ന് പത്മജ വേണുഗോപാൽ. കൂടെ നടന്ന് പറ്റിക്കുന്നതാണ് കോൺഗ്രസിന്റെ ശീലം. ഒടുവിൽ കെ മുരളീധരൻ BJPയിൽ തന്നെ എത്തും. ഇനിയും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJPയിലേക്ക് വരാനുണ്ടെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. എൻ്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സിമ്പതി ഉണ്ട്. പാവത്തിനെ ഇപ്പം കൊണ്ട് കുളിപ്പിച്ച് കിടത്തിക്കോളും കോൺഗ്രസ്സുകാർ. കെ മുരളീധരൻ അദ്ദേഹത്തിന് പിന്നെ ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാണ്. അത് കാരണം അദ്ദേഹത്തിന് ബുദ്ധി വരാൻ കുറച്ചും കൂടി സമയമെടുക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് തന്നെ പോരും. കാരണം എൻ്റെ സഹോദരൻ എന്തായാലും നശിക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ല. 2 മുഖ്യമന്ത്രിമാരുടെ മക്കളല്ല, ഇനി മുഖ്യമന്ത്രിമാരുടെ മക്കളുണ്ട് വരാൻ. കോഴിക്കോട് പേരാമ്പ്രയിലെ അനുവിന്റെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. അനുവിന്റെ ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആഭരണങ്ങൾ കവരുന്നതിനിടെ കൊലപാതകം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവ സമയത്ത് പ്രദേശത്തെത്തിയ ബൈക്ക് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നൊച്ചാട് സ്വദേശി അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുട്ടൊപ്പം വെള്ളത്തിൽ അനു മുങ്ങി മരിച്ചതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കാണാനില്ലെന്നും കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്.
സ്വർണം കവരുന്നതിനിടെയുണ്ടായ ആക്രമണം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവ സമയം ചുവന്ന ബൈക്കിൽ പ്രദേശത്തെത്തിയ വ്യക്തിയുടെ ദൃശ്യങ്ങളും കാണാതായ സ്വർണ്ണാഭരണങ്ങളുടെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. പ്രദേശത്തെ CCTVകൾ കേന്ദ്രീകരിച്ച് പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. 24 കോഴിക്കോട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഗുഡ് ആഫ്റ്റർനൂൺ. സമയം പൂർത്തിയാവുകയാണ്.